നെൽകൃഷി പഠിക്കാൻ RVM UP സ്കൂളിലെ വിദ്യാർത്ഥികൾ. കാർഷിക വിവരണങ്ങളുമായി പഞ്ചായത്ത് കൃഷി വകുപ്പ് അധികൃതരും. രാമപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസമ്മ മത്തച്ചൻ കൃഷിരീതികളെക്കുറിച്ച് വിവരണം നടത്തി ഉദ്ഘാടനം ചെയ്തു. നെൽകൃഷിയെക്കുറിച്ച് നേരിട്ടെത്തി പഠനം നടത്തുന്നതിനു വേണ്ടി രാമപുരം RVM UP സ്കൂളിലെ വിദ്യാർത്ഥികൾ നെൽപ്പാടങ്ങളിലേക്ക് എത്തി. വെള്ളിലാപ്പള്ളി പാടശേഖരത്ത് കാര്യപ്പുറം സന്തോഷിന്റെ ഉടമസ്ഥതയിൽ വിശ്വൻ രാമപുരത്തിന്റെ നേതൃത്വത്തിൽ പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്തു വരുന്ന 3.5 ഏക്കർ പാടശേഖരത്തിലാണ് കുട്ടികൾ അധ്യാപകരുടെ നേതൃത്വത്തിൽ കൃഷി പഠിക്കാനായി എത്തിയത്. കടുത്തുരുത്തി വാലാച്ചിറ സീഡ് ഫാമിൽ ഉൽപ്പാദിപ്പിച്ച ജ്യോതി എന്ന ഇനത്തിൽപ്പെട്ട വിത്താണ് കൃഷിക്കായി വിതച്ചിരിക്കുന്നത്. നെല്ലിന്റെ വിളവ് പകുതിയിലെത്തി നിൽക്കുകയാണ്. 20 ദിവസങ്ങൾക്ക് ശേഷം കൊയ്യുവാൻ പാകമാകും. രാമപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസമ്മ മത്തച്ചൻ കൃഷിരീതികളെക്കുറിച്ച് വിവരണം നടത്തി ഉദ്ഘാടനം ചെയ്തു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് രാമപുരം പഞ്ചായത്തിലെ നമ്മൾ കൃഷി ചെയ്തിരിക്കുന്ന നെൽകൃഷി കാണുവാനായിട്ട് അതിനെപ്പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന RVM സ്കൂളിലെ അധ്യാപകരും പിള്ളേരുമാണ് ഞങ്ങളോടൊപ്പം ഉള്ളത്. നമുക്കറിയാം, ഇന്ന് നാമാവിശേഷമായിക്കൊണ്ടിരിക്കുന്ന നെൽകൃഷി രാമപുരം പഞ്ചായത്തിൻ്റെ ഒക്കെ സഹായത്തോട്, കൃഷിഭവൻ്റെ ഒക്കെ സഹായത്തോടു കൂടി 4 ഏക്കർ സ്ഥലത്ത് ഇവിടെ നെൽകൃഷി ഇറക്കിയിരിക്കുകയാണ് വിശ്വൻ എന്ന് പറയുന്ന യുവ കർഷകൻ. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കുട്ടികൾ കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങളെപ്പോലെയുള്ള കുട്ടികൾക്ക് ഇപ്പോൾ നെൽകൃഷി എന്താണെന്ന് ചോദിച്ചാൽ അവർക്കറിയാമോ എന്ന് എനിക്കറിയില്ല. നെൽച്ചെടി എന്നൊക്കെയാണ് കുട്ടികൾ പറയുന്നത്. ഞാൻ പല കുട്ടികളും പറഞ്ഞു കേട്ടിട്ടുണ്ട് നെൽച്ചെടി എന്നാണോ നമ്മൾ പഠിക്കുന്നത്. രാമപുരം ഗ്രാമപഞ്ചായത്ത് UDF പാർലമെന്ററി പാർട്ടി ലീഡർ KK ശാന്താറാം നെൽകൃഷിയെക്കുറിച്ച് കൂടുതൽ വിശദീകരണവും നൽകി. രാമപുരം അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ശ്രീജ CS കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും കൃഷിരീതികളെക്കുറിച്ചും വിശദമായി ക്ലാസ് എടുത്തു. അപ്പോൾ അതിന് നമ്മളിപ്പോൾ ഇപ്പം നമുക്ക് തൊഴിലാളികളെയൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ എല്ലാം മെഷീൻ വെച്ചാണ്. ട്രാക്ടർ കണ്ടിട്ടുണ്ടോ? ട്രാക്ടർ വെച്ച് ആദ്യം നമ്മൾ 3 പ്രാവശ്യം ആദ്യം നമുക്ക് പാടത്തെ പുല്ലെല്ലാം കിളച്ച് ഇങ്ങനെ ഒരുക്കും. നമുക്ക് ഉഴുത് മറിച്ച് ഒരുക്കും. അത് കഴിഞ്ഞ് രണ്ടാമതും ഒന്നും കൂടി ഉഴുത് മറിച്ച് വളമെല്ലാം ഇട്ട് അങ്ങനെയൊക്കെ ആക്കിയിട്ടാണ്. പുതുതലമുറ നെൽകൃഷിയെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തേണ്ടതും കാർഷിക രംഗത്തേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതും കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന് ശ്രീജ CS പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ റോബി ഊടുപുഴ, അധ്യാപകരായ വിനയചന്ദ്രൻ N, പ്രമോദ MB, ബെന്നി KEO, കൃഷി അസിസ്റ്റന്റ് രത്നമ്മ PC എന്നിവർ പങ്കെടുത്തു. കുട്ടികളിൽ പ്രകൃതി സ്നേഹവും കാർഷിക മേഖലയിൽ താല്പര്യമുണ്ടാക്കുന്ന നിരവധി സംരംഭങ്ങൾ മുൻപും RVM UP സ്കൂളിന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട്. പഞ്ചായത്തിൽ മഹാകവി രാമപുരത്ത് വാര്യരുടെ സ്മാരകമായ വിദ്യാലയത്തിൽ നിന്നെത്തിയ കുട്ടികളും അധ്യാപകരുമാണ് ഞാൻ. പ്രകൃതിയോട് ഇണങ്ങി കരനെൽകൃഷി നടത്തുകയും അതേപോലെ തന്നെ വൃക്ഷങ്ങളെല്ലാം വളരെ ഭംഗിയായി നട്ടുപിടിപ്പിക്കുകയും ചെയ്ത കാര്യപ്പുറം തറവാടിലാണ് ഈ കുട്ടികളുമായി ഞങ്ങൾ അധ്യാപകരെത്തിയിരിക്കുന്നത്. 6ാം ക്ലാസ്സിലെ നേച്ചർ ക്ലബിലെ അംഗങ്ങളാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. രാമപുരത്ത് കരനെൽ കൃഷി ചെയ്യുന്ന 2-3 വ്യക്തികളാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് കരനെൽ കൃഷി ഞങ്ങൾ കാണുകയുണ്ടായി. രാമപുരം കൃഷി ഓഫീസർ അവർക്ക് വേണ്ട കൃഷിയെ പറ്റിയുള്ള വിവരങ്ങൾ പറഞ്ഞു തന്നു. ഞങ്ങളുടെ അധ്യാപകരും കുട്ടികളും കാര്യപ്പുറം തറവാടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പ്രകൃതിയെ അറിഞ്ഞ് പ്രകൃതിക്കൊരു കോട്ടം വരാത്ത രീതിയിൽ ധാരാളം വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ച് വളരെ ശാന്തമായൊരു അന്തരീക്ഷത്തിൽ എത്തിച്ചേരാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇതിനായി ഞങ്ങൾക്ക് സമയം അനുവദിച്ചു തന്ന ഈ ഭാരവാഹികളോടും ബാക്കി എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. RVM സ്കൂളിൽ നിന്നും ഇനിയും ഇതേപോലുള്ള പരിസ്ഥിതി സൗഹൃദ യാത്രകൾ ഉണ്ടാവട്ടെ എന്ന് ഉണ്ടാകും. i4 ന്യൂസ് പാല.